ഹലോ ഗൈസ്, നമുക്കൊരു എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? വരൂ ഗൈസ്, നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഓക്കെ, ഇന്നലത്തെ ചോറ് കുറച്ചവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ രണ്ട് സവാളയും പിന്നെ രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കുറച്ച് നേരം ഞാൻ രണ്ട് പച്ചമുളക് കഴിഞ്ഞ് വെച്ച് അതും ഇട്ട് കൊടുത്തായിരുന്നു. നന്നായിട്ട് ഇളക്കി അതിന് ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു എന്താ പറയുക, ബ്രൗൺ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അത് കുറച്ച് ഇങ്ങനെ പറയാനൊന്നും അറിയില്ല ഗൈസ്. ഇങ്ങനെ ആക്കണം. വീണ്ടും കുറച്ചും കൂടി ഇങ്ങനെ ആക്കിയിട്ട് കുറച്ചും കൂടി ആകുമ്പോൾ ഒരു ഗോൾഡ് ഇങ്ങനെ എന്താ പറയുക, ബ്രൗൺ കളറോ അങ്ങനെ ബ്രൗൺ ആവും, കുറച്ച് വരളും. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അടുത്ത് വേറൊരു പൊടി കണ്ടു, എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അതും ഇട്ട് കൊടുത്തു. ഐ തിങ്ക് എൻ്റെ ഗരം മസാലയോ അതാണെന്ന് തോന്നുന്നു. പിന്നെ ഇച്ചിരി ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം എടുത്ത് ഇളക്കിയിട്ട് നന്നായി ഇളക്കി ഇതിനൊന്ന് ഒരുമിച്ചാക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. നല്ല ഇളക്കാട്ടോ, ഇളക്കി ഉപ്പല്ലെങ്കിൽ എവിടെയെങ്കിലും സൈഡിൽ ഒരുമിച്ചാകില്ല. അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 3 മുട്ടയാണ് എനിക്ക് മതി. 3 മുട്ട ഇട്ട് കൊടുക്കുക. ക്ലിയർ ഇല്ലല്ലേ ഗൈസ്? ഓക്കെ, 3 മുട്ട ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതിനെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് ഇളക്കുക. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ടൈം എടുത്ത് നന്നായി ഗ്യാസ് കുറച്ച് വെച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല അടിയിലൊന്നും അങ്ങനെ പിടിക്കത്തില്ല. അത് അടിയിൽ പിടിച്ചില്ല, എണ്ണ കുറച്ച് ഒഴിച്ചതിൻ്റെയാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് ഒരു വിധം നമ്മുടെ ഈ മുട്ടത്തോരനൊക്കെ വെക്കില്ല, ആ ഒരു ടൈപ്പ് ഓഫ് ടൈം ആകുമ്പോൾ അതിലേക്ക് നമുക്ക് റൈസ് ഇടാം. ഇതെൻ്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടിയാണ് കേട്ടോ. പിന്നെ കുരുമുളക്, അതെൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന കുരുമുളകാണ്. ഈ എണ്ണയൊക്കെ നാട്ടിൽ കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് ഇവിടുത്തെ ഒന്നല്ല, എൻ്റെ നാട്ടിലെ എണ്ണയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രത്തോളം ചോറ് നമുക്ക് ഇടാം. ഞാനപ്പോൾ ഇത്ര ചോറ് ഇട്ടായിരുന്നു. എന്നിട്ട് ഇതൊരു ഇളക്കൊക്കെ അതാണ് ടാസ്ക്. നമുക്ക് എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിലും വെച്ച് ഇതൊക്കെ ഒരു കയ്യിലിട്ട് തവിയൊക്കെ ആയിട്ട് ഭയങ്കര കഷ്ടമാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക, എല്ലാം ഒരുമിച്ചാക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ആദ്യം നമുക്ക് തോന്നുന്നത് ആവുമെന്ന് തോന്നും, ഇട്ട് കൊടുക്കരുത്. നമ്മൾ ഇതിൽ വീണ്ടും ഞാൻ ഒരു സ്പൂണും കൂടി കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എടുത്തിട്ട് ഇട്ടോന്ന് അറിയില്ല. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് ഗ്യാസ് കുറച്ച് വെച്ച് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ആയപ്പോൾ റെഡിയായി ഗൈസ്. പിന്നെ ഡെക്കറേറ്റാണ് ഗൈസ്, ഞാൻ തന്നെ ചെയ്തതാണ്. ഒരു 3 തക്കാളിക്ക് സോറി, ഇതാണ് ഡെക്കറേറ്റ് ചെയ്തത്. എന്നിട്ട് കഴിച്ചു ഗൈസ്. ഇത് കുഴപ്പം ടേസ്റ്റ് ഉണ്ട്. ഞാനും കഴിച്ചു. എനിക്ക് അനിയനുണ്ട് ഇവിടെ, സൂര്യ, അവനും കൊടുത്തു. അവൻ കഴിച്ചവൻ്റെ ഇത് പറഞ്ഞില്ല, പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ കഴിച്ചിട്ട് പറയുമായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാടാ, വാവ്, കൊള്ളാം. ടേസ്റ്റ് ഉണ്ട് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഒന്നല്ല, കൊള്ളാം. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കൊള്ളാടാ. ഇത് നൈസാണ് എന്നുവെച്ചാൽ അത്യാവശ്യം ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്, ആ ചെറിയ എരിയുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെച്ചാൽ നമ്മൾ എനിക്ക് വീട്ടിൽ ചേച്ചിയൊക്കെ ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റ് കിട്ടി, ആ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റി. കൊള്ളടാ, വാവുടാ, കൊള്ളടാ, ടേസ്റ്റാ. ബൈ ഗൈസ്, കഴിക്കട്ടെ, വിശക്കുന്നു. ബൈ.